പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കും? അതിനെന്താ ഇത്ര സംശയം? ഞാൻ തന്നെ സംസാരിക്കും. സൂപ്പർ. അതോടാ ബന്ധം പോവും ചെയ്യും. സ്വാഭാവികം. പറഞ്ഞ പോലെ ഇത് വിടുവായത്തം വിളമ്പ വിളിക്കുന്നതല്ല. വിടുവായിത്തോ? ഞാനോ? എന്താ സംശയം? നിങ്ങൾ സംസാരിച്ച എന്താ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. എന്താ അറിയാം? കേക്കട്ടെ. കേട്ടോ. ആ. ഹലോ, ഞാൻ സുധീഷ സംസാരിക്കുന്നത്. സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന എന്റെ ചേട്ടൻ ഒരു ആർക്കിടെക്റ്റാ. പിന്നെ 2 അനിയന്മാരും. ഒരാൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, മറ്റേയാൾ IAS പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ തള്ളാനല്ലേ? മതി ചിരിക്കണ്ട. ഓ, ഇയാളോട് അങ്ങനെ പറഞ്ഞു കരുതി എല്ലാരോടും ഞാൻ അങ്ങനെ പറയൂ? പിന്നെ രാവിലെ തരം നൃത്യം അപമാനിക്കോ? എന്നാ പിന്നെ എങ്ങനെ സംസാരിക്കും? അത് കേൾക്കട്ടെ. അങ്ങനെ ചോദിക്ക്. ദേ കേട്ടോ. ഹലോ, എന്റെ പേര് സുധീഷ്. എന്റെ മൂത്ത ബ്രദർ സുഭാഷിന് വേണ്ടി മാട്രിമോണിയിൽ കൊടുത്ത പരസ്യത്തിന് നിങ്ങൾ തന്ന പോസിറ്റീവ് മറുപടിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. അയ്യേ. എന്റെ ബ്രദറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജെമാണ്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ വെരി ഹാൻഡ്സം. മാത്രമല്ല ശരിക്കും നേരിട്ടാണല്ലേ ഒരു ഫിലിം സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. മതി, നിർത്ത്, നിർത്ത്. അല്ലേലും ശരിയാ. എന്താ നിധി കൂടുതൽ നന്നായി പോയോ? കള്ളു മാറിയപ്പോ എന്തായിന്നുള്ളൂ. ഹരീഷിൽ സംസാരിച്ച പോരെ? ഞാൻ ഹരീഷനോ? എന്തേ? എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. അതാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബെസ്റ്റ്. ഞാൻ സംസാരിച്ച ശരിയാവതാണോ ഇവ സംസാരിച്ച ശരിയാവാൻ പോകുന്നത്? ഞാനായിരിക്കും. എന്താ സംശയം? ഹരീഷ് സംസാരിച്ച 2 ഗുണങ്ങൾ ഉണ്ടാവും. ഒന്ന് സിൻസിയറിറ്റി, 2 മെച്ചൂരിറ്റി. ഇത് 2 നിങ്ങൾ സംസാരിച്ച ഉണ്ടാവില്ല. മൂത്ത ചേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ച ശരിയാവോ? ഈ പറഞ്ഞതാണ് മെച്ചൂരിറ്റി. നീ സംസാരിച്ച ഒട്ടും ശരിയാവില്ല. എന്ത്? ശരിക്കും അച്ഛൻ സംസാരിക്കാണ് വേണ്ടത്. അതോടെ പിന്നെ ആരും വിളിക്കേണ്ടതില്ല. ആ ബന്ധം അവസാനിച്ചേക്കും. അതെ, ഏട്ടത്തി സംസാരിച്ചാ മതി. അത് കറക്റ്റാ. ഞാനോ? ഇങ്ങനെയുള്ള കാര്യം സ്ത്രീകൾ സംസാരിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. അതെ, ഏട്ടത്തി വിളിച്ചാ മതി. വിളിക്കേട്ടത്തി. ഓക്കെ, വീട്ടിലെ മുതിർന്ന ആരോടെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛന് കൊടുക്കാല്ലേ? അങ്ങേര് വേസ്റ്റ് ആണെന്നേ. അങ്ങേരെ കൊണ്ടുവന്നാണ്. പറയരുത്. എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്തായാലും ആദ്യം ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ, ഞാൻ മാട്രിമോണിയിലെ നമ്പർ കണ്ടിട്ട് വിളിക്കാം. പറഞ്ഞോളൂ. ബാലകൃഷ്ണൻ സാറാണ് സംസാരിക്കുന്നത്. അതെ, ബാലകൃഷ്ണനാണ്. എന്റെ മോൾ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞൊരു പ്രൊഫൈലില്ലേ, ഒരു സുഭാഷ്, അത് കണ്ടിട്ട് വിളിച്ചതാ. ഓ, നിങ്ങളാരാ സംസാരിക്കുന്നത്? ഞാൻ സുഭാഷിന്റെ അനിയൻ സുധീഷിന്റെ വൈഫാ സംസാരിക്കുന്നത്. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മ വളരെ മുൻപേ മരിച്ചു. അച്ഛനുണ്ട്. സുഭാഷേട്ടന് മേസ്ത്രി പണിയാ. താഴെ 3 അനിയന്മാര്. വേറെ ആരുമില്ല. ഓ, ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമാ. ഞാനും ഭാര്യയും 2 പെമ്മക്കളും. മൂത്തോടെ കല്യാണം കഴിഞ്ഞു. അതെല്ലാം സൈറ്റിൽ നിന്ന് അറിഞ്ഞു. പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയിച്ചത്. അപ്പൊ ഇനി എന്താ വേണ്ടത്? നിങ്ങളൊരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വരും. ആദ്യം ചെറുക്കനും പെണ്ണ് നേരിൽ കണ്ടെന്ന് ബോധ്യപ്പെടട്ടെ. 2 കുടുംബങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത നടപടി ആലോചിക്കാം. ശരി. അല്ല, പയ്യന്റെ അച്ഛനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ പുള്ളിക്കാരൻ വിളിക്കാഞ്ഞേ? അത് അച്ഛൻ ഇപ്പൊ എവിടെയില്ല. വന്നിട്ട് വിളിപ്പിക്കാം. നല്ലൊരു ദിവസം നോക്കിയിട്ട് എപ്പോ പെണ്ണ് കാണാൻ വരുമെന്ന് അച്ഛൻ വിളിച്ച് പറയും. ഓ, അച്ഛൻ, ചേട്ടൻ, ഭർത്താവ്, ബന്ധങ്ങളെല്ലാം ഇവൾ അംഗീകരിച്ച് തുടങ്ങി. ഇനി ശരിയാവും. അപ്പൊ ശരി, വിളിക്കാം. ഓക്കെ. അച്ഛൻ വന്നാ ഒരു നല്ല ദിവസം നോക്കാൻ പറയാം. എന്നിട്ട് വിളിപ്പിക്കാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇത് നടക്കോ? ദൈവം. എന്താ എല്ലാരും കൂടെ ഒരു രഹസ്യം? എന്നെ കണ്ടപ്പോ ടപ്പയും നിർത്തിയല്ലോ. എന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതാണോ? അല്ല, കേൾക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിക്കുമ്പോ ഏട്ടൻ വന്ന് കയറിയത് എന്തിനാ? നിധി മോളെ എന്താ കാര്യം? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഹരീഷ് വെറുതെ വരുന്നു പറയുന്നത്. എന്തിനാ? അതെ, അച്ഛനെ ഇൻവോൾവ് ചെയ്യണ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പുള്ളിയുടെ നാവിന്ന് വരുന്നത് എന്താന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്തോടാ? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ചുമ്മാതെ. പഠിക്കാൻ പറയണ്ടല്ലോ. സുഭാഷ് ഏട്ടന് വേണ്ടി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറഞ്ഞാ ബാക്കി പറ. അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനായിട്ടൊന്ന് സംസാരിക്കണം. പെണ്ണിനെ പോയി നിങ്ങൾ കണ്ടിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് അവസാനം ചൊച്ചനുമായിട്ട് ഞാൻ സംസാരിക്കണോ അല്ലേ? അത് കൊള്ളാം. ഞാൻ അപ്പോഴേ പറഞ്ഞതേ ഇങ്ങനോട് സംസാരത്തിലൊന്നും ശരിയാവൂലെന്ന്. അതെ, നിങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുവരായിരുന്നില്ലേ? അതുവരെ നടന്നിട്ടൊന്നുമില്ലല്ലോ. കുറച്ചു നേരം മിണ്ടായിരിക്കും. ഇതൊന്നും ശരിയാവില്ലെന്നേ. ഞാൻ തന്നെ വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ സംസാരിക്കല്ലേ ഹരീഷേ, അത് കഴിയുന്നവരെ ആരും ഇവിടെ മിണ്ടാൻ പാടില്ല. കേട്ടല്ലോ? അതെ, അവന്റെ ഭാവം കണ്ട ഈ വീട്ടിലെല്ലാം അവൻ. അതെ, അവരോട് മാത്രമല്ല അച്ഛനോടും കൂടെ ഞാൻ പറഞ്ഞേ. ഓ, ഇനി ഞാൻ സംസാരിച്ചു തീരുന്നവരെ ആരും ഇടയിൽ കയറാൻ പാടില്ല. ശരി, സമ്മതിച്ചു. മാട്രിമോണിന്ന് ആ കുട്ടിയെ കണക്ട് ചെയ്തത്. കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ എപ്പോ പെണ്ണ് കാണാൻ ചെല്ലുന്ന ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു. അത് നിനക്ക് ഞാൻ അങ്ങോട്ട് പറയാതില്ലേ? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എഴുതി ഇങ്ങനെ ശരിയാവാൻ പോകുന്നതിന് അപ്പഴേ പറഞ്ഞല്ലേ. നികേഷേ, അത് പറയാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. പക്ഷെ പറയേണ്ടത് ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളാവുന്നല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാ. നാളെ വെള്ളിയാഴ്ചയല്ലേ, ഉച്ചതിരിഞ്ഞ് നമുക്കൊന്ന് പോയാലോ? പോലെ. എന്നാ അതൊന്ന് വിളിച്ച് അവരോട് പറയണം. ഓ, പറയേണ്ടത് ഞാൻ പറഞ്ഞോ. പക്ഷേ എങ്ങനെ പറയും? റിഹേഴ്സൽ ചെയ്ത് കാണിക്കാൻ ഇത് മോണാക്റ്റൊന്നുമില്ലല്ലോ. മകന്റെ പെണ്ണ് കാണുന്ന ചടങ്ങില് വരുന്നു എന്നുള്ള അറിയിക്കില്ലല്ലേ? അതെങ്ങനെ പറഞ്ഞു തൊലയ്ക്കുമെന്നാ നിധി ചോദിക്കുന്നത്. ഇനി ഒരു വാക്ക് ആരെങ്കിലും വേണ്ടിയാ ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും. എങ്ങനെ അവരോട് സംസാരിക്കുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊരു കഷ്ടം ഇത്. കേട്ടോ, എന്തുവാ പെണ്ണിന്റെ അച്ഛന്റെ പേര് പറഞ്ഞേ? ബാലകൃഷ്ണൻ. ഗോലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ. ശരി, എന്നാ കേട്ടോ. ഹലോ, ബാലകൃഷ്ണനല്ലേ? ഞാനും എന്റെ മൂത്ത മകനും കൂടി തന്റെ മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് നാളെ കാലത്ത്. അപ്പൊ റെഡിയായിട്ട് അവിടെ. അപ്പൊ ശരി, വെച്ചേക്കണ്ട, നാളെ കാലത്ത് കാണാം. ഓ ശരി. എന്താ ഇത് മതിയാ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതിനെന്താ കുഴപ്പം? ഇത്തിരി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അതിന് മര്യാദയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം, അതുപോലെ പറഞ്ഞാൽ മതി. എന്റെ ശിവനെ.
ശരി ശരി, ഇനി വയസ്സാം കാലത്ത് മനുഷ്യനോട് സംസാരിക്കാൻ ട്യൂഷന് പോകണമെങ്കിൽ അങ്ങനെ പറ കേക്കട്ടെ. നികേഷ്, നീ ഇവിടെ വന്നിരിക്കെ. ചെല്ല, നീയാണ് പെണ്ണിന്റെ അച്ഛൻ. ആ അതുകൊള്ളാം. ദേ കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ ഒന്നും ശരിയാവും ഞാൻ പറഞ്ഞത്. മഞ്ഞത്തവള മതിൽ പിടിച്ചിരിക്കുന്ന നീ ഇരിക്കുന്നുണ്ട, പിന്നെ ചിരി എടുത്തില്ലടാ. ഇതെങ്ങനെ കഷ്ടം. ഈ വീട്ടിൽ ആരെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ പറ്റാതായല്ലോ. പറ്റില്ലെങ്കിൽ എല്ലാവരും എനിക്ക് പോകോ. ഇല്ലില്ല, ഒന്നും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എന്നാൽ ഇവന്റെ ഒരു ഇതാണ് പെണ്ണിന്റെ അച്ഛൻ. ഞാൻ വിളിക്കാൻ പോവാണേ. ആ. ഹലോ ഹലോ, നമസ്കാരം. എന്റെ പേര് ഭാസ്കരൻ എന്നാ. എന്റെ മരുമകൾ നിധി ഇന്ന് രാവിലെ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ മകളെ എന്റെ മൂത്ത മകനെ വിവാഹാലോചിക്കുന്നതിന്. മനസ്സിലായി. മാട്രിമോണി കേസല്ലേ, പറഞ്ഞോളൂ. അപ്പൊ ശരി അച്ഛ, ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കാനാണോ നീ വലിയ ടീച്ചറെ പോലെ എന്റെ അടുത്ത് ക്ലാസ് ഒക്കെ എടുത്ത് സംസാരിച്ചത്? ആ നമ്പർ ഡയലിംഗ് ഇതാ, ഞാൻ കാണിച്ചാൽ എങ്ങനെ സംസാരിക്കേണ്ടത്. കുഴപ്പമുണ്ടാക്കരുത്. എന്ത് വർത്താനാ മോളെ? ഇതേ നാഷണൽ പെർമിറ്റ് ലോറി സ്വന്തമായിട്ട് ഉണ്ടായിരുന്നവനാ. ഇന്ത്യ മുഴുവൻ ഞാൻ അതുമായി പോയി ചുറ്റി എല്ലാ ഭാഷയിലും ബിസിനസ് നടത്തി ശീലിച്ചിട്ടുള്ളവനാ. സുധീഷന്റെ തള്ളലിപ്പ് എവിടെന്നാണ് മനസ്സിലായല്ലോ. നീ ഇതാ, നീ ആ ഫോൺ ചെയ്യുന്നതാ, ഞാൻ കാണിച്ചുതരാം. ചൊറിയടാ. ഗിവ് മീ, എന്ത് ടോക്കാനാ? ഹലോ. ഹലോ, മൈ നെയിം ഇസ് ഭാസ്കരൻ. ക്യാൻ ഐ സ്പീക്ക് ടു ബാലകൃഷ്ണൻ പ്ലീസ്? അതെ, ബാലകൃഷ്ണനാണ്. നിങ്ങളെ ഇന്ന് രാവിലെ എന്റെ മരുമകൾ ഡോക്ടറിനോട് വിളിച്ചിരുന്നു. മാട്രിമോണിയിലെ എന്റെ മകൻ സുഭാഷിന്റെ പ്രൊഫൈല് കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിച്ചത്. അതെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചു. ഓക്കെ ഞങ്ങൾ കുറെ നാളായിട്ട് അന്വേഷിക്കുന്നു. പറ്റിയൊരു ബന്ധം ഇതിൽ ഒത്തുവന്നില്ല. ദാറ്റ്സ് വൈ ഇതിപ്പോ നിങ്ങളുമായിട്ട് എന്റെ മരുമകൾ സംസാരിച്ചപ്പോഴും നിങ്ങളെ പറ്റി മാട്രിമോണിയിൽ കൊടുത്തത് കണ്ടപ്പോഴും ഒരു നല്ല കുടുംബമാണെന്ന് തോന്നി. ആ കുട്ടിയോട് സൗകര്യമുള്ള ഒരു ദിവസം നോക്കി വരാൻ ഞാൻ പറഞ്ഞിരുന്നു. അതെ അത് നാളെ തന്നെ ആയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് അസൗകര്യം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസത്തേക്ക് നോക്കാം. ഓ, എന്താ സൗകര്യം? നാളെ തന്നെ കാണാം. ഓ, എന്നാ വലിയ സന്തോഷം. വീടിന്റെ അഡ്രസ് എന്റെ മരുമകളുടെ ഫോണിലേക്ക് അയച്ചാൽ മതി. അയക്കാം, ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഓ ആയിക്കോട്ടെ, ശരി. ഓക്കെ താങ്ക് യു വെരി മച്ച്. ശരി, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഇസ് ദിസ് ഇനഫ്? ഇത്രയും മര്യാദ മതിയോ, അതോ ഒന്നുകൂടെ വിളിച്ചിട്ട് ഇത്തിരിയുടെ മര്യാദ കയറ്റി പറയണം? അടിപൊളി. പറഞ്ഞത് ശരിയാ. ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ആൾക്ക് ഞാൻ ട്യൂഷൻ തരേണ്ട കാര്യമില്ല. കൊക്ക് എത്ര കുളം കണ്ടിരിക്കുന്നു, കുളം എത്ര കൊക്കിനെ കണ്ടിരിക്കുന്നു. ഇതും കടന്നു പോകും. കൊക്കിന്റെ ഓക്കെ അല്ലേ? കൊക്കിനെ കേസ് വെച്ച് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. എന്താ സുഭാഷ് ചേട്ടാ ഇത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? എടാ, ഈ മാട്രിമോണിയിലും പരിപാടികളൊന്നും വേണ്ടായിരുന്നു. എന്തിനാ അതൊക്കെ? എന്തിനാണോ? മുമ്പും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെ ചോദിച്ചില്ലല്ലോ. ഏട്ടത്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇത് ശരിയാവും സുഭാഷേട്ടാ. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനോട് നമ്മുടെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് നാളെ കാത്തിരിക്കും. ഒന്ന് കണ്ടുവരുന്നോണ്ട് എന്താ കുഴപ്പമുള്ളത്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഇഷ്ടപ്പെട്ട മാത്രം മുന്നോട്ട് പോയാൽ മതി. ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ഇല്ല എന്നുള്ള പേരും പറഞ്ഞിട്ടല്ലേ പലരും ആലോചന വേണ്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോ എന്തായാലും അത് പറയില്ലല്ലോ. അതെ, നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം. അതെ സുഭാഷേട്ടാ, തടസ്സമൊന്നും പറയല്ലേ പ്ലീസ്. ശരി, നിങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തല്ലേ, ഞാൻ വരാം. ചീരപ്പൊക്കെ ഒന്ന് കഴിവിടെ. പൗഡറിന് ഒരു പരിധി വരെ നിന്നെ സ്വന്തമാക്കാൻ പറ്റൂ. പറ കേറി നിൽക്കുക മനസ്സിൽ. എന്താ റെഡിയായോ? എന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത തവണ ഞാനൊരു പാന്റ് സൂട്ട് ഇട്ട് വരാം. എന്താ? അയ്യോ, അതിപ്പോ വേണ്ട. ഞങ്ങൾ കാശൊക്കെ ഉണ്ടെങ്കിൽ വലിയ വീട് പണിത് കഴിയുമ്പോ അതിന് മുന്നിൽ ഒരു കോലം തൂക്കും. അതിന് പകരം നിൽക്കാൻ ഒരു പാന്റ് ഷർട്ട് ഇട്ട് വന്നാൽ ഇതിനൊക്കെ പിന്നെ എന്താ മറുപടി പറയാ? ശരി, ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. നീ ചെവി നുള്ളി വെച്ചോ. ഈ ചെവിയാണ് ഈ ചെവിയാണ്. അപ്പൊ എല്ലാരും റെഡിയായില്ലേ? ഇന്ന് ഇറങ്ങിയാലോ? ശരി. നിധി, നിധിക്ക് സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എടത്തി സാരി എടുത്തപ്പോ ശരിക്കും സുന്ദരിയായി. ആണോ? താങ്ക്സ്. ഓ, അവന് മാത്രം താങ്ക്സ്. പോളെ അതെ, അന്നത്തെ പോലെ കോമഡി ഒന്നും കാണിക്കില്ല കേട്ടോ. എന്ത് കോമഡി? വട കോമഡി, പരിപ്പ് വട കോമഡി. ഞാൻ ഒരു വിധത്തിൽ മര്യാദക്കെല്ലാം സംസാരിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുക. നീ ആയിട്ട് നാട്ടിക്കരുത്. പാചക കോമഡി ഒന്നും വേണ്ട കേട്ടോ. ഇത്തവണ അങ്ങനെ ഉണ്ടാവും. എന്നാ പിന്നെ എല്ലാവർക്കും പറയാം. സുമതി, അവരെത്തി. നമസ്കാരം. ഫോണിനോട് സംസാരിച്ചു. വരൂ. അച്ഛാ, എന്തെങ്കിലും സംസാരിക്കേ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അച്ഛാ, ഓ. ഇരുന്ന് സംസാരിക്കേ. ഓ. നമ്മളെ പറ്റി, നമ്മുടെ വീടിനെ പറ്റി സംസാരിക്കേ. അവരെ പറ്റിയും ചോദിക്കണം. ഓ, എന്റെ പേര് ഭാസ്കരൻ. എനിക്ക് 4 മക്കളാ. സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ്. ഇതെന്റെ മരുമകളാ നിധി. സുധീഷിന്റെ ഭാര്യ. ശരി. ഞാൻ മുമ്പ് സ്വന്തമായിട്ട് ലോറി ഉണ്ടായിരുന്നത് ഓടിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരിക്കുക. മക്കളാ കുടുംബമൊക്കെ നടത്തുന്നത്. ഇവരുടെ കാര്യം അയ്യ. ഇളയവൻ കോളേജ് പഠിക്കുക. ബാക്കി എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടിയെ നോക്കുന്നത് എന്റെ മൂത്ത മോൻ സുഭാഷിന് വേണ്ടിട്ടാ. അപ്പോ മൂത്ത മകന് മുമ്പ് രണ്ടാമത്തെ മകന്റെ വിവാഹം കഴിഞ്ഞു. അതെന്ത് പറ്റി? അല്ല അത് അത് ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. ഓ, വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടേത് ആദ്യം കഴിഞ്ഞേ ഉള്ളൂ. സുമതി, കാപ്പി എടുക്കാം. ഇപ്പൊ കൊണ്ടുവരാം. ഓ, ഈ വീട് സ്വന്തമാണല്ലോ അല്ലേ? അതെ, അതെന്താ ചോദിച്ചേ? ഓ, ചുമ്മാ ഞങ്ങളുടെ സ്വന്തം വീട് തന്നെ. ഇത്തിരി പഴയ മോഡലാണെന്ന് മാത്രം. അച്ഛൻ ഫാമിലി ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ മോളെ? അതിന് നിന്റെ ഫാമിലിയാണോ? നിന്നോട് ദേഷ്യം ഉണ്ടാവും എന്ന് വെച്ച് ഇത് നിന്റെ വീടല്ലാതിരിക്കോ? ഞാനിങ്ങനെ കാണാൻ കൊള്ളാവോ? തുറന്ന് പറഞ്ഞോളൂ കേട്ടോ. കൊള്ളാം, നല്ലതാ കാണാൻ.